ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവിൽ മിൽക്ക് ഷേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഒരു പാന് ചൂടാക്കുക. അതിലോട്ട് നമുക്ക് അരക്കപ്പ് അവിൽ ചേർത്തിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ബ്രൗൺ കളറ് അവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വൈറ്റ് കളറാകുമ്പോൾ നമുക്കത് കട്ടി കുറവായിരിക്കും. നമ്മുടെ ഷേക്കിന് എപ്പോഴും നല്ലത് കട്ടിയുള്ള ബ്രൗൺ കളറ് അവിലാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. അതിന് ശേഷം അതേ പാനിലോട്ട് നമുക്ക് കുറച്ച് നിലക്കടല അഥവാ കപ്പലണ്ടി ചേർത്ത് കൊടുക്കുക. നട്ട്സ് വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 പഴമാണ്. പിന്നെ നമ്മുടെ നേരത്തെ അവിൽ, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കപ്പലണ്ടി, നട്ട്സ്, അങ്ങനെയാണ്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് നന്നായി സ്മൂത്തായിട്ട് അങ്ങനെ വേണ്ട, ഇതൊന്ന് ഉടച്ചെടുത്താൽ മതി ജസ്റ്റ്. ഇനി നമുക്ക് നല്ല കട്ടപ്പാൽ ചേർത്തിട്ട് അതിലോട്ട് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ബൂസ്റ്റാണ്. 5 രൂപയുടെ ബൂസ്റ്റ് പാക്കറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഹോർലിക്സ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ഗ്ലാസ്സിലോട്ട് ബൂസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ അടിച്ച നമ്മുടെ പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് അവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് നമ്മുടെ കപ്പലണ്ടി, നട്ട്സ്, ബദാം, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെയായിട്ട് നമുക്ക് നമ്മുടെ പാല് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് അതേ സ്റ്റെപ്പ് പോലെ തന്നെ ആദ്യം ബൂസ്റ്റ് ചേർക്കുക, പിന്നെ പഴം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മേലെ കുറച്ച് നട്ട്സൊക്കെ ചേർത്തിട്ട് വീണ്ടും നമുക്ക് അവിൽ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും പാലൊഴിക്കുക. അങ്ങനെ 3 സ്റ്റെപ്പായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. രണ്ടോ 3 സ്റ്റെപ്പായിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഇത് കുറച്ച് വലിയ ഗ്ലാസ് ആയതുകൊണ്ടാണ് 3 സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ അവിൽ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കി അധിക നേരം വെക്കണ്ട, പെട്ടെന്ന് തന്നെ കുടിക്കാവുന്നതാണ്. കാരണം നമ്മുടെ അവിലൊക്കെ കുതിർന്ന് പോവാൻ ചാൻസ് ഉണ്ട്. അവിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.
താങ്ക് യു ഓൾ.